ജോലി കിട്ടണം എന്നൊരു ആഗ്രഹത്തിൽ നമ്മളിങ്ങനെ നിൽക്കുന്നു. പെട്ടെന്ന് നമ്മളൊരു ജോലി കിട്ടുന്നു. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ജോലിയും കൂടെ കിട്ടുന്നു. വളരെ സന്തോഷം തോന്നുന്നു. അത്രയും പഠിച്ച കഷ്ടപ്പാടിന് ദൈവം ഒരു ഫലം തന്നു. നമ്മുടെ ഫീച്ചേഴ്സ് എല്ലാം ഉപയോഗിച്ച ഒരാളാണ് ഇരിക്കുന്നത്. കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തി, മെന്റർഷിപ്പ് അതിന്റെ മാക്സിമത്തിൽ പ്രയോജനപ്പെടുത്തി. എനിക്ക് 3 മക്കളുണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നു. പക്ഷേ ഈ തിരക്കൊന്നും എനിക്ക് പഠിക്കാനുള്ള എൻ്റെ ആഗ്രഹത്തിന് ഒരിക്കലും ഒരു തടസ്സമായിരുന്നില്ല. ഇതൊക്കെ ഞാൻ അതിജീവിച്ച് പഠിക്കണം എന്നൊരു ചിന്തയിലൂടെ മാത്രമാണ് ഞാൻ എൻട്രിയുടെ ഗോൾഡ് ബാച്ച് എടുത്ത് പഠിച്ചു. എല്ലാ ഫീച്ചേഴ്സും, അതിനകത്ത് മാക്സിമം ഫീച്ചേഴ്സും ഞാൻ ഉപയോഗപ്പെടുത്തി നന്നായി പഠിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഹായ് ഓൾ, നമസ്കാരം. ഞാനിന്ന് പത്തനംതിട്ട ജില്ലയിൽ കടമ്പനേട്ടയിലുള്ള രേവതിയുടെ വീട്ടിലാണ്. രേവതിനെ ഞങ്ങൾ രണ്ടാമതാണ് വന്ന് കാണുന്നത്. രേവതിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. നമ്മുടെ പത്തനംതിട്ട LPSAയിൽ 1ാം റാങ്ക് ആയിരുന്നു രേവതിക്ക്. ഇപ്പോൾ വീണ്ടും ആ ഒരു മധുരം നുണഞ്ഞിറങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ടാമത്തെ മധുരം വന്നു കഴിഞ്ഞു. UPSTയിൽ രേവതിക്ക് പത്തനംതിട്ട ജില്ലയിൽ 17ാമത്തെ റാങ്ക് കിട്ടിയിരിക്കുന്നു. വളരെ സന്തോഷം തോന്നുന്നു. അത്രയും പഠിച്ച കഷ്ടപ്പാടിന് ദൈവം ഒരു ഫലം തന്നു. അത് തന്നെ വലിയൊരു അനുഗ്രഹം. അത് അടുപ്പിച്ച് 2 റിസൾട്ടും കൂടെ വന്നപ്പോൾ വന്നു. ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വന്നത്. സ്കൂളിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്നപ്പോൾ തന്നെയാണ് ഈ റിസൾട്ട് വന്നത്. അപ്പോൾ സന്തോഷം തോന്നി. വളരെ സന്തോഷമുണ്ട്. വീട്ടുകാരൊക്കെ എന്ത്, ഹസ്ബൻഡും സന്തോഷമായി, എല്ലാവരും അതുപോലെ സന്തോഷമായിരുന്നു. ഓക്കെ. അപ്പോൾ സ്കൂളിൽ ജോലി ചെയ്തതിന് ശേഷമുള്ള ഒരു ജീവിതം, ഒരു ഉദ്യോഗാർത്ഥിയിൽ നിന്ന് ഇപ്പോൾ LPSA ആയിട്ട് ജോയിൻ ചെയ്തല്ലോ, ആ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും എന്താണ് ഡിഫറൻസ് തോന്നുന്നത്? അത് സ്കൂളിൽ നമ്മൾ കുറച്ചും കൂടി ഉത്തരവാദിത്വം വന്നു. നമുക്ക് ജോലി എന്ന് പറയുന്നത് ഇത്രയും നാളും ജോലി ചെയ്യാതിരുന്ന ഒരുപാട് ഗ്യാപ്പ് വന്നതല്ലേ. അപ്പം ആദ്യം കുറച്ച് ദിവസത്തേക്കൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് നല്ലൊരു സ്കൂൾ കിട്ടി. ഏറ്റവും വലിയത് നല്ല സ്കൂൾ, നല്ല വിദ്യാർത്ഥികളെയും കിട്ടി. നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ടെൻഷൻ ഇല്ലാതെ നല്ല സാറും നല്ല ടീച്ചർമാരും എല്ലാം നല്ലൊരു അന്തരീക്ഷത്തിലാണ് ജോലി കിട്ടിയത്. ജീവിതത്തിലെ ഒരു സമ്മർദ്ദ അവസ്ഥയിൽ നമുക്കൊരു മാറ്റം കിട്ടിയില്ലേ? ജോലി കിട്ടണം എന്നൊരു ആഗ്രഹത്തിൽ നമ്മളിങ്ങനെ നിൽക്കുന്നു. പെട്ടെന്ന് നമ്മളൊരു ജോലി കിട്ടുന്നു. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ജോലിയും കൂടെ കിട്ടുന്നു, അല്ലേ? അപ്പോൾ തീർച്ചയായും ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു കളറാവുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മൊത്തത്തിൽ ജീവിതം സന്തോഷ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു, അല്ലേ? ഓക്കെ. നമുക്ക് പേഴ്സണലി രേവതിയുടെ ഒരു വിജയം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, രേവതി ഒത്തിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് കോളേജൊക്കെ കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് വന്നു, അല്ലേ? അതിനിടയ്ക്ക് പ്രവാസ ജീവിതം നയിച്ചു. 3 മക്കളുണ്ട്, സൗദിയിലായിരുന്നു, അല്ലേ? അപ്പോൾ ആ ഒരു വീട്ടിലെ ജോലികൾ, വീടിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെ ഇടയിലാണ് അവിടെ ഇരുന്ന് പഠിച്ച് ഇവിടെ വന്ന് പരീക്ഷ എഴുതി ജോലിക്ക് കയറുന്നത്. അപ്പോൾ പലപ്പോഴും കുടുംബം, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പഠിക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന, ജോലി കിട്ടുമെന്ന് ആശങ്കയിലാവുന്ന കുറേ പേർക്ക് രേവതി തീർച്ചയായും ഇൻസ്പിറേഷനാണ്. അതിനാണ് പേഴ്സണലി എനിക്കുള്ളൊരു ഹാപ്പിനെസ്സും. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് നല്ല ടെൻഷനും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൂടുമ്പോഴാണെന്ന് തോന്നുന്നു നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വർഷങ്ങൾ കൊണ്ട് എല്ലാ 3 വർഷവും കൂടുമ്പോഴും LD എഴുതുമായിരുന്നു. അതിന് റാങ്ക് ഫയൽ വാങ്ങിച്ചു വയ്ക്കും, അതെടുത്ത് വെച്ചിട്ട് കുറച്ച് വായിക്കും, പിന്നെ എങ്ങനെയൊക്കെ അങ്ങ് ഉറങ്ങിപ്പോവും. പിന്നെ പഠിക്കാമല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. പക്ഷേ മക്കളും ഉത്തരവാദിത്തങ്ങളും വന്നപ്പം പഠിക്കാനിരിക്കുന്ന ഓരോ നേരം എനിക്കിനി വേറൊരു നേരമില്ല, എനിക്ക് ഈ ഒരു സമയത്ത് പഠിച്ചാലേ എനിക്ക് പറ്റുള്ളൂ. ഈ ഒരു ചിന്തയിൽ നിന്ന് തന്നെയാണ് ആ കിട്ടുന്ന സമയം മാക്സിമം ഞാൻ വർക്ക് ചെയ്തു. അത് ചിലപ്പം കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്തും എൻട്രിയിലെ ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആണല്ലോ, അപ്പം ആ ക്ലാസ് ഓണാക്കി ഇട്ടിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ ക്ലാസ്സുകൾ കേട്ട് പഠിച്ചും അങ്ങനെയാണ് ഞാൻ കൂടുതലും പഠിച്ചത്. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ കുടുംബത്തിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. കാരണം അവർ എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് പഠിക്കാൻ പറ്റിയത്. പിന്നെ ഞാൻ എല്ലാ പണി ചെയ്യുന്നതിനിടയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് ക്ലാസ്സുകൾ കേൾക്കും. കൂടുതലും ക്ലാസ് കേട്ട് തന്നെയാണ് ഞാൻ പിന്നെ എഴുതുന്നതെന്ന് വെച്ചാൽ രാത്രി 11 മണിയാകുമ്പം ഇവരെല്ലാവരും കയറി കിടക്കുമ്പോഴാണ് നോട്ടുകളൊക്കെ എഴുതുന്നത്. നോട്ട് എഴുതുന്നതും ഇരുന്ന് വായിക്കുന്ന റാങ്ക് ഫയലൊക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 11 മണി തൊട്ട് 2:30 വരെ. 2:30-ക്ക് പിന്നെ കിടന്നാലേ 5:30-ക്ക് എഴുന്നേറ്റ് കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അത്ര നേരം ഞാൻ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ സമയവും മാക്സിമം പഠിക്കുമായിരുന്നു. രേവതി പറഞ്ഞു വെക്കുന്നത്, നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളോ ഒന്നും നമുക്ക് പഠിക്കാനൊരു തടസ്സമല്ലെന്നാ, അല്ലേ? നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിലേക്ക് എന്തായാലും നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും എന്നുള്ളതാണ് രേവതിയുടെ ഒരു വിജയഗാഥ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ. ഇനി എങ്ങനെയാണ് പഠിച്ചത്? അതാണല്ലോ കൂടുതൽ ആളുകൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത്.
ഇപ്പം എൻട്രിയുടെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റഡി പ്ലാൻ തരും. ആ സ്റ്റഡി പ്ലാൻ രേവതി അങ്ങനെ തന്നെ ഫോളോ ചെയ്യുമായിരുന്നോ, അതോ രേവതിക്കായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നോ? ഞാൻ ഫസ്റ്റ് എൻട്രി കയറാണ്. എനിക്ക് സിലബസ് നന്നായിട്ട് അറിയായിരുന്നു. ആ ഓരോ സിലബസിന്റെ ഹെഡിങ്ങുകൾ ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സ് ആണെന്ന് ഞാൻ തന്നെ പലയിടത്തായിട്ടല്ലേ കിടക്കുന്നത്, അത് ഞാൻ തന്നെ പല ചാപ്റ്ററുകൾ ഞാൻ ഒരുമിച്ച് ചേർത്ത് എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ തന്നെ ആദ്യം ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അത് പക്ഷേ ചിലപ്പോൾ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാനത് ടൈം ടേബിൾ ആക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻട്രിയിൽ ജോയിൻ ചെയ്തു. പിന്നെ അത് ഞാൻ എൻ്റെ ഫസ്റ്റ് ബാച്ചായിരുന്നു. അത് തന്നത് ആദ്യം 180 ദിവസത്തെ സ്റ്റഡി പ്ലാനായിരുന്നു. പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ടൈം ടേബിളിൽ ഈ വരുന്നതും SCRTയും കൂടെ ഞാൻ ചേർത്ത് തന്നെ ഇതിൽ തന്നെ എൻട്രിയിൽ തന്നെ SCRT ചാപ്റ്റേഴ്സിൻ്റെ വേറൊരു ഫോൾഡറുണ്ട്. അപ്പോൾ അതിനകത്തും ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതും കേട്ട് ഞാൻ സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നോട്ടും എഴുതി എടുത്തിട്ട് ആ SCRT ഫോളോ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ടൈം ടേബിളും. പിന്നെ ഈ 180 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത റിവിഷൻ പ്ലാൻ, അങ്ങനെ ഒരുപാട് സ്റ്റഡി പ്ലാനുകൾ വന്നു. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പെൻഡിങ് ഉള്ളത് ഞാൻ അടുത്ത സ്റ്റഡി പ്ലാനിൽ പഠിച്ചു പോവുമായിരുന്നു ചെയ്തത്. അങ്ങനെ ഒന്നും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ഈ സിലബസ് 2-3 വട്ടമൊന്നും അല്ല, ഒരുപാട് തവണ ഞാനത് റിവൈസ് ചെയ്തു. അങ്ങനെ പഠിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും എത്താൻ പറ്റും. അപ്പോൾ രേവതി പറഞ്ഞത് പ്രകാരമാണെങ്കിൽ സിലബസ് ആദ്യം കൃത്യമായിട്ട് നോക്കി, നല്ലപോലെ അല്ലേ, പുതിയ കുട്ടികളായാലും സിലബസ് കൃത്യമായിട്ട് നോക്കുക. ആ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെ SCRTയിൽ ഉണ്ടെന്ന് നോക്കുക. അത് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം എന്നിട്ട് അല്ലേ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ആ സിലബസിലുള്ള മുഴുവൻ കണ്ടന്റുകളും ടോപ്പിക്കുകളും പഠിച്ചു കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യുക. ഇതാണ് രേവതിയുടെ ഒരു സ്റ്റൈൽ ഓഫ് സ്റ്റഡി. അതിന് കൂട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാനത് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ അടുത്ത റിവിഷൻ തുടങ്ങിയായിരുന്നു. ആദ്യം മുതൽ നമ്മളിത് കുറെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കങ്ങ് മറന്നു പോകുന്നതായിട്ട് തോന്നും. അപ്പോൾ വീണ്ടും എൻ്റെ ടൈം ടേബിൾ എടുത്ത് വെച്ചിട്ട് ആദ്യം ചിലപ്പോൾ ഞാനത് ഇട്ട് വെച്ചിരുന്നത് ഒരു ദിവസത്തേക്കൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അതിന് എനിക്ക് ഒരു ദിവസം കൊണ്ട് ചിലപ്പം കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. ഈ സ്റ്റഡി പ്ലാനും കൂടെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ 2-3 ദിവസം ആക്കും. എന്നിട്ട് അത് വീണ്ടും റിവൈസ് ചെയ്യും. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റഡി പ്ലാനും എൻ്റെ കൂട്ടത്തിൽ പോകും, ഈ നമ്മുടെ റിവിഷനും നടക്കും. അല്ലാതെ റിവിഷൻ ആയിട്ടൊന്നും പറഞ്ഞിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ ഒരു പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു അല്ലേ, ഇടയ്ക്കൊന്നും ഒരു ബ്രേക്ക് വന്നിട്ടില്ല. ഇല്ല. നമ്മളുടെ സ്റ്റഡി പ്ലാൻസ്, എൻട്രി തരുന്ന സ്റ്റഡി പ്ലാൻസ് ഒരു ദിവസം ഒരു 4-5 വീഡിയോ ഒക്കെ നമുക്ക് അതിനകത്തുണ്ടല്ലോ, അതെല്ലാം കൃത്യമായിട്ട് കണ്ടിരുന്നോ? കൃത്യമായിട്ട് കണ്ടിരുന്നു. രാത്രി അന്ന് തീരുന്നതിന് മുമ്പ് ആ ക്ലാസ്സുകളെല്ലാം കണ്ടിരുന്നു. പിന്നെ എന്തെങ്കിലും ഒന്ന് പെൻഡിങ് ഉണ്ട്, പിന്നെ കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നമുക്ക് ചിലപ്പോൾ അത്രയും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തത് ശനിയും ഞായറും നമുക്ക് ഗ്യാപ്പ് വരുമല്ലോ. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഒരുപാട് വീഡിയോ ഒന്നും വരാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ലാസ്റ്റിങ്ങാണ് ചിലത് ഇട്ടതെങ്ങാണേ ഉള്ളൂ കാണാതിട്ടുള്ളത്, അല്ലാതെ എല്ലാ ക്ലാസ്സുകളും കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു സാറിന് മാത്രമല്ല, ഒരേ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് സാറുമാരുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരാളുടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സും കാണും. എന്നിട്ട് ഞാൻ എൻ്റെതായ നോട്ടും ഉണ്ടായിരുന്നു. ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കുന്നു എന്ന് ചോദിക്കുന്നതിനകത്ത് വലിയ കാര്യമില്ല, കാരണം നമുക്കൊരു സ്മാർട്ട് സ്റ്റഡി നടത്തുക എന്നുള്ളതാണല്ലോ ഇന്നത്തെ കാലത്ത് വേണ്ടത്. എന്നാലും ചോദിക്കുക, ഒരു ദിവസം എത്ര സമയം പഠിക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ എത്ര സമയമൊക്കെ പഠിക്കുമായിരുന്നു? ഞാൻ ഇരുന്ന് പഠിക്കലല്ല കൂടുതൽ. ഇവര് ചെറിയ മക്കളായിരുന്നപ്പോൾ തൊട്ട് പഠിച്ചു തുടങ്ങി. പിന്നെ സ്കൂളിൽ വിട്ട സമയം എന്ന് വെച്ചാൽ ഇവര് 6:30 പോകും. ഞാൻ 5:30 എണീറ്റ് 6:30 വിട്ട് കഴിഞ്ഞാൽ ചേട്ടന് 7:30 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇരുന്നാല് പിന്നെ ഒരു 10-10:30 വരെ ഇരുന്ന് പഠിക്കും. അത് കഴിഞ്ഞ് ഉച്ചക്കലത്തേക്കുള്ള ആ നേരവും ഞാൻ പഠിക്കുകയാണ്. ഹെഡ്സെറ്റ് എപ്പോഴും ജോലി ചെയ്യുമ്പോഴും ഹെഡ്സെറ്റ് വെച്ചിട്ട് ഏതെങ്കിലും ക്ലാസ് കേൾക്കും. ക്ലാസ് കേൾക്കാതിരിക്കുകയില്ല, അല്ലെങ്കിൽ ഫുള്ള് ഓൺ ആക്കി ഇട്ടിട്ട് അങ്ങനെ കേട്ടിട്ടായിരിക്കും. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ചിലതൊന്നും മനസ്സിൽ കയറാതെ വന്നു. പക്ഷെ പിന്നെ അത് കേട്ട് വന്നപ്പോൾ ഞാൻ അതിനൊത്ത് എനിക്ക് ആ സൗണ്ട് ഇല്ലെങ്കിൽ, ഈ സാറന്മാര് പഠിപ്പിക്കുന്ന കേട്ടില്ലെങ്കിൽ എനിക്ക് പറ്റില്ല ഒരവസ്ഥ വന്നു. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും സാറന്മാരെ അത്രയും പരിചയമാണ്. അവര് കാണുന്നതും അവര് കണ്ടു വളരുന്നതും ഒക്കെ ഇതാണ്, ഇവര് സാറന്മാരുടെ ക്ലാസ്സുകളും. അങ്ങനെ അത് കേട്ടിട്ട് പിന്നെ ഉച്ച സമയമാകുമ്പോഴേ ആ ചോറ് കഴിക്കാൻ ചേട്ടൻ വരുന്ന 1 മണിക്കൂർ, അത് കഴിഞ്ഞാൽ വീണ്ടും പഠിക്കും. പിന്നെ അത് കഴിഞ്ഞ കുഞ്ഞുങ്ങളെയൊക്കെ വന്ന് അവരെ കുളിപ്പിച്ച് കഴിപ്പിച്ച് ഉറക്കുന്ന ആ ഒരു നേരേ ഉള്ളൂ പഠിക്കാത്ത. വൈകുന്നേരത്തെ പണിയിലും ഇത് തന്നെയാണ്. അതായത് മുഴുവൻ സമയം മനസ്സിൽ മുഴുവൻ ഇതാണ്, എങ്ങനെയെങ്കിലും പഠിക്കുക. എനിക്ക് ഇങ്ങും പുറത്തു പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു. കുറച്ച് ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ല, കുറെ ഇങ്ങ് പഠിച്ചു വന്നപ്പോഴത്തേക്ക് എന്തിനെന്നറിയില്ല, ഞാൻ നോട്ടിഫിക്കേഷൻ പോലും വരാത്തൊരു എക്സാമാണ് പഠിക്കാനിരിക്കുന്നത്. സാധാരണ എല്ലാവരും പറയും എക്സാം സമയത്ത് പഠിച്ചാൽ പോരെ, പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ഇതിന്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല, എന്ന് എക്സാം വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യത്തെ ആ വർഷം LP കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ സമയത്ത് ഒരു കേറ്ററ്റ് വന്നു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ പഠിച്ചു തുടങ്ങിയത്. കോൺഫിഡൻസ് ആയി, എനിക്കിത് മേടിച്ചിട്ട് അത്രയ്ക്കൊരു ആഗ്രഹം വരാൻ എന്താ കാര്യം ജോലിയോട്? ഞാൻ
ഞാൻ എല്ലാവരും അത് ചോദിക്കുന്നത് ശരിയല്ല, എല്ലാവർക്കും ജോലി വേണം, എന്നാലും അതേപോലെ ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നത്. ഞാൻ PSC കുറിച്ച് എനിക്ക് PSC പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഒരു 10 വർഷം മുന്നെയാണ് എൻ്റെ അച്ഛൻ അച്ഛൻ എന്നെ വിട്ട് പോകുന്നതിന് ഒരു 10 ദിവസത്തിന് മുന്നേ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടാൻ പറ്റുന്നില്ല, എനിക്ക് ഒരാൾക്കെങ്കിലും ജോലി എടുത്തിട്ട് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് ജോലി വേണ്ട, അപ്പോഴും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു. അച്ഛൻ ഞാൻ ജോലിക്കല്ല പഠിച്ചത്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ കറക്റ്റ് ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നവംബർ 19 നവംബർ 28 2019 നവംബർ 28 സബീർ സാറിൻ്റെ വീഡിയോ കാണുന്നത്. അത് ഞാൻ എഴുതി തുടങ്ങി. പിന്നെ എനിക്ക് ആ ഒരു ചിന്തയായിരുന്നു വന്ന്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ഞാൻ നോക്കാമെന്ന്. പിന്നെ അവിടുന്ന് തുടങ്ങിയതാണ്. ആ നവംബർ 28 കഴിഞ്ഞിട്ട് അന്നേരമൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ പഠിച്ച് വന്നുള്ളൂ. പക്ഷെ അതിങ്ങനെ മനസ്സിൽ കിടന്ന് എനിക്ക് ഒരു ജോലി, ഒരു വാശിയിൽ നിന്ന് അല്ലേ, പിന്നെ അച്ഛനോടുള്ള അതാണ് നമ്മളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടും. അന്നേരം അത് പറഞ്ഞത് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം അന്നേരം എനിക്ക് തോന്നി എനിക്കായിട്ട് കൊണ്ട് തന്നതാണ്. ആ കറക്റ്റ് 5 വർഷം കഴിഞ്ഞ് ആ 10 ദിവസം അതായിരിക്കാം എൻ്റെ മനസ്സിൽ. അല്ലാതെ അങ്ങനെ അങ്ങ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എനിക്ക് കുറേ പഠിച്ചു വന്നപ്പോഴത്തേക്കും എനിക്കിത് ചെയ്യാൻ പറ്റും, എനിക്കറിയില്ല, ഞാൻ പോലും അറിയാതെ എനിക്ക് വന്ന് എത്തിപ്പെടുമായിരുന്നു. ഞാൻ അറിഞ്ഞത് രേവതി എൻട്രി അല്ലാതെ വേറെ ഒരു പ്ലാറ്റ്ഫോം ആശ്രയിച്ചിട്ടില്ല എന്നാണ് ഈ ഒരു പ്രോസസ്സിൽ അല്ലേ. അപ്പോൾ എങ്ങനെയാണ് എൻട്രി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? എൻട്രിയിൽ അധ്യാപകർ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ 2019 കയറുമ്പോഴും ഈ LP UP എഴുതുന്നതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. വെറുതെ ചേട്ടൻ എന്നോട് പറഞ്ഞ് നീ പഠിച്ചു തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് തന്നിട്ട് ഞാൻ അപ്പോഴും ഞാൻ LD അപ്ലൈ ചെയ്തിട്ടിരിക്കുമായിരുന്നു. അതായത് സ്വാഭാവികമായിട്ട് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ അപ്ലൈ ചെയ്തിട്ടിരുന്നു. അപ്പോഴാണ് ആദ്യം നമ്മുടെ പ്രദീപ് സാറിൻ്റെ ബാച്ചിലാണ് ഞാൻ ചെല്ലുന്നത്. സാറിൻ്റെ ക്ലാസ് ഇട്ട് ആദ്യമൊക്കെ എന്ന് വെച്ചാൽ സാറിങ്ങനെ ലാസ്റ്റ് റിവിഷനായിട്ട് ക്വസ്റ്റ്യങ്ങൾ പറയുമല്ലോ. ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ നമുക്ക് എഴുതിയെടുക്കാനുള്ളതാണ്, ഇത് എഴുതിയെടുക്കും ഞാൻ, എന്നിട്ട് എനിക്ക് എത്തത്തില്ല. അപ്പോഴും ഞാൻ തനിയെ ഇരുന്ന് കരയുമായിരുന്നു. എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ കുറേ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സാർ ഈ റിവിഷൻ തരുന്നത് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ അതങ്ങ് പതിയുമായിരുന്നു. പല ക്വസ്റ്റ്യങ്ങളും സാർ റിപ്പീറ്റ് ചെയ്ത് വരുന്ന. പിന്നീടാണ് എനിക്ക് അതുകൊണ്ടാണ് സാർ പറയുന്നതെന്ന് മനസ്സിലായി. ആ LD എഴുതിയപ്പോൾ അത് പ്രിലിംസ് ഇതും വന്ന ആദ്യത്തെ LD അല്ലേ, ആ പ്രിലിംസും കിട്ടി, LDയുടെ ലിസ്റ്റിലും കയറി. ലാസ്റ്റ് റാങ്ക് ആയിരുന്നു. എന്നാലും അന്നേരം എനിക്ക് അത് ഭയങ്കര ഒരു പ്രചോദനമായി. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് പറ്റും. എന്നിട്ടാണ് ഞാൻ ആ പ്രാവശ്യമാണ് 3 കേറ്ററ്റ് എഴുതുന്നത്. അപ്പോൾ സൈക്കോളജി മാത്രമേ ഉള്ളൂ ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ നോക്കി പഠിച്ചത്. ബാക്കിയൊക്കെ LDക്ക് സാറ് പഠിപ്പിച്ച് സാറിൻ്റെ എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാ സാറുമാരും ഉണ്ടായിരുന്നു. അത് അപ്പോഴാണ് 3 കേറ്ററ്റും എനിക്ക് ഒരുമിച്ച് കിട്ടി. ആദ്യമായിട്ടാണ് ഞാൻ എഴുതുന്നത്. ഇതൊക്കെ ഞാൻ ആദ്യം എഴുതുന്ന എക്സാമാണ്. അന്നേരം പിന്നെ പഠിച്ചു തുടങ്ങി. എൻ്റെ ആദ്യത്തെ LP UP ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. അതെല്ലാം എല്ലാത്തിനും സഹായിച്ച എൻട്രി ആണ്. നമ്മുടെ മെന്റർഷിപ്പ് സപ്പോർട്ടൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നോ? പിന്നെ ഞാൻ ബെറ്റി മാമുമായിട്ട് എനിക്ക് അത്യാവശ്യമുള്ളപ്പോഴും ചിലപ്പം ചില ക്ലാസ്സുകൾ എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ സിലബസ് നോക്കുന്നതുകൊണ്ട് എവിടെയെങ്കിലും മിസ്സായാൽ എനിക്ക് അറിയാമായിരുന്നു. ഞാൻ അപ്പോഴേ ബെറ്റി മാമിനെ വിളിക്കും, മാം എന്നോട് പറയുകയും ചെയ്യും എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പറയണം, എന്തുണ്ടെങ്കിലും ഞാൻ എപ്പോൾ മെസ്സേജ് അയച്ചാലും മാം എനിക്ക് റിപ്ലൈ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഭാഗത്ത് ഒത്തിരി ശല്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഒരുപാട് ഉപകാരപ്പെട്ടായിരുന്നു. നമ്മുടെ ഏറ്റവും മികച്ച മെന്റേഴ്സിൽ ഒരാളാണ് ബെറ്റി അല്ലേ. ബെറ്റിയുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അല്ലേ. ടീച്ചേഴ്സിന്റെ ഫുൾ സപ്പോർട്ട്. എല്ലാവരുടെയും ക്ലാസ്, ആരുടെയും ക്ലാസ്സുകൾക്കൊന്നും പറയാനില്ല, എല്ലാവരുടെയും ക്ലാസ്സുകൾ ഞാനത് ഒരാളുടെ പേര് എടുത്ത് പറയാൻ അങ്ങനെ പറ്റത്തില്ല. അത്രയുമാണ് എല്ലാവരും. ഞാൻ ജിയോഗ്രഫിയൊക്കെ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. സാറ് ആ നോട്ട് തന്നിട്ട് അതിങ്ങനെ വരച്ചു പഠിപ്പിച്ചിട്ട്, കാരണം സാറ് തന്നെ പറയും ഇത്ര മാർക്കേ ഉള്ളൂ, നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. അത് തന്നെ. പിന്നെ സാറിൻ്റെ ലൈവില് എല്ലാവരുടെയും ലൈവിലും കയറുമായിരുന്നു. സാറിൻ്റെ ലൈവിൽ കയറിയ ക്ലാസ്സും ആ നോട്ടുകളും അത് തന്നെയായിരുന്നു. നമ്മുടെ ടീച്ചേഴ്സിന്റെ എല്ലാം ലൈവ് എഫക്റ്റീവ് അല്ലായിരുന്നോ? എല്ലാവരും സംശയം പറഞ്ഞ് തീർത്തല്ലേ പോകുന്നത്. വിചാരിക്കുന്നത് ഇതിനകത്ത് ലൈവ് ഇല്ല, ഈ റെക്കോർഡേ ഉള്ളൂ, ഇങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല. ആ ലൈവുകൾ കിട്ടുന്ന അതും നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ അതുപോലെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത് എക്സാം എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാം എഴുതാൻ പോകുന്നതിന്റെ തലേന്ന് വരെ ഞാൻ എഴുതിയത് മാർക്ക് മാത്രം നെഗറ്റീവ് എല്ലാം കളഞ്ഞിട്ട് 46,000 സംതിങ് ആണ് എനിക്ക് അതിനകത്ത് എക്സാം എഴുതിയതിന്റെ റാങ്കിൽ. ഞാൻ അതിനകത്ത് 2ാം റാങ്കിലാണ് കിടക്കുന്നത്. നമ്മുടെ 60,000 പുറത്ത് പേര് എക്സാം എഴുതിയ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ
അത്രയും നെഗറ്റീവ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ 46,000 സംതിങ് ഓക്കെ. മാർക്കിനുള്ളത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത്രയും ഞാൻ എഴുതി. നമ്മുടെ ഫീച്ചേഴ്സ് എല്ലാം ഉപയോഗിച്ച ഒരാളാണ് ഇരിക്കുന്നത്. കൃത്യമായിട്ട് ലൈവ് ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തി, മെന്റർഷിപ്പ് അതിന്റെ മാക്സിമത്തിൽ പ്രയോജനപ്പെടുത്തി, എഴുതിയ എക്സാം എൻട്രി ആപ്പിനകത്ത് എത്ര എക്സാം ഉണ്ടോ അതെല്ലാം എക്സാം എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മുടെ റിവിഷൻസ്, നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ, പിന്നെ നമ്മുടെ മോട്ടിവേഷൻ സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ആപ്പിലുള്ള സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കും അല്ലെ ഇവർക്കും നാളെ റാങ്കിൽ എത്തിപ്പെടാൻ പറ്റുന്നില്ലേ? അത് ആർക്കും അറിയാത്തതുകൊണ്ടാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് വെറുതെ ക്ലാസ് കിട്ടുന്ന മാത്രം നോക്കി നിന്നിട്ട് കാര്യമില്ല. അതിന്റെ എല്ലായിടത്തും അതിപ്പോ നമുക്ക് ഗോൾഡ് ബാച്ച് അല്ലെങ്കിൽ അതിനകത്ത് എല്ലാം തന്നെ തരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും മുക്കിലും മൂലയിലും പോയി നോക്കണം അല്ലേ? നമ്മളത് ശരിക്കും ഒന്ന് നോക്കണം എന്നേ ഉള്ളൂ. എന്നിട്ട് എല്ലാവരും വിചാരിക്കുന്ന ഗോൾഡ് ബാച്ചിന് വേറെ അല്ലാതെ അങ്ങനെയല്ല. എല്ലാവർക്കും ഒരേ ക്ലാസ് തന്നെ തന്ന് സ്റ്റഡി പ്ലാനോട് കൂടിയാണ് പഠിപ്പിക്കുന്നത്. അത് ആ മാക്സിമം ആപ്പ് പ്രയോജനപ്പെടുത്തുക. അത് എവിടെയൊക്കെയാണെന്ന് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. SCRTയുടെ ഫോൾഡർ, സൈക്കോളജിയൊക്കെ ലാസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വിനിസാറിന്റെ ചോദ്യപ്പെട്ടിട്ട് നമ്മൾ എത്ര എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ അലഞ്ഞു കിടക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ അങ്ങനെ തരുമായിരുന്നു. നമ്മൾ പഠിച്ചാൽ മാത്രം എല്ലാം അതിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ എക്സാം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ തപ്പി പോകേണ്ട ഒരു കാര്യമില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് UP ഞാൻ ആദ്യം നമുക്ക് വന്ന എക്സാം അത്. അന്നേരം ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇത് എന്തൊരു എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് UPSC വന്നപ്പോൾ ഒരുപാട് നാളുകൂടിയല്ലേ എക്സാം എഴുതുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇതിനേക്കാളും നല്ല നല്ല ക്വസ്റ്റ്യങ്ങൾ കണ്ടിട്ട് വന്നോണ്ടായിരിക്കും ഇത് കണ്ടപ്പോ ഇതെന്താ ഇനി എനിക്ക് മാത്രമല്ല എല്ലാവർക്കും എളുപ്പമായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ട് വന്നതാണ്. അതാണ്. അപ്പോൾ സാറ് എപ്പോഴും നമ്മുടെ പ്രദീപ് സാറ് പറയുന്നത് നിങ്ങൾ അവിടെ ചെന്നിരുന്ന കട്ട് ഓഫ് നിർണ്ണയിക്കരുത്. പക്ഷെ അത് ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് അത്രയും എളുപ്പമുള്ളതായിരിക്കും എന്നും വെച്ചിട്ട് ഇങ്ങനെ എഴുതി നെഗറ്റീവ് ആക്കിയതാണ്. പക്ഷെ അതുകൊണ്ട് LPSCക്ക് ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ ഇനി അടുത്തൊരു LPP വരാൻ പോകുന്നു. എന്താണ് പുതുതായിട്ട് പഠിക്കുന്ന പിള്ളേരോട് അവസാനമായി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, എന്താണ് പറയാനുള്ളത്? നോട്ടിഫിക്കേഷൻ വരട്ടെന്ന് പറഞ്ഞ് നോക്കിയിരിക്കാതെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് മാക്സിമം റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. അതിനായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. പിന്നെ മക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ വേണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഠിക്കാൻ മാക്സിമം സമയം നമുക്ക് കിട്ടും. നമുക്ക് കിട്ടില്ല എന്ന് തോന്നുന്നതാണ്. അത് ഇതുപോലെ ക്ലാസ്സുകൾ കേട്ടിട്ട് നമ്മൾ ഇരുന്ന് തന്നെ പഠിക്കണമെന്നുമില്ല. നമ്മൾ കുറേ കേട്ട് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ പതിയും. അതുപോലെ നിങ്ങൾ അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത LP UPക്ക് നമുക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്ത് ഏറ്റവും നല്ല റാങ്കിൽ വരാൻ പറ്റും. രേവതി ശരിക്കും ഒരു ഇൻസ്പിറേഷൻ അല്ലേ? ഏജോ നമ്മളുടെ സാഹചര്യങ്ങളോ ഒന്നും നമ്മളുടെ ഒരു ലക്ഷ്യത്തിന് തടസ്സമല്ല എന്നുള്ള കൃത്യമായ ഒരു തെളിവാണ് രേവതിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാനും പോസിറ്റീവ് ആവുന്നുണ്ട്, ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആവുന്നുണ്ട്. തീർച്ചയായും ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്കും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വരാൻ പോകുന്ന LP UP നിങ്ങൾക്ക് വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല റാങ്കിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾ നിർത്തുന്നു. താങ്ക് യു.